ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ള ഹാച്ച്മനോയിപ്പോ എന്ന് പറയുന്നൊരു ബോക്സിങ് ആനിമിയുടെ സീസൺ 1 6-ാമത്തെയും 7-ാമത്തെയും എപ്പിസോഡാണ്. ഗൈസ്, ഇതിന് മുന്നേയുള്ള എപ്പിസോഡൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതും കൂടിയൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിരിക്കുക. ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈപ്പോയെ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവരെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവനാണെങ്കിൽ അവരെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നേരെ ഇവൻ്റെ അമ്മയെ സഹായിക്കാനായി പോകുന്നുണ്ട്. ഇവനിതൊക്കെ ധൃതി ചെയ്യാനാണ്ട് ഇവൻ അമ്മ ഇവനോട് ചോദിക്കുന്നത്, നിനക്ക് ഇന്ന് ജിമ്മിൽ എന്തോ നിൻ്റെ ഇമ്പോർട്ടൻ്റായി ചെയ്യാനുള്ള അത് പോയി ചെയ്യുന്നി, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് അവൻ്റെ അമ്മ അവനോട് പറയുകയാണ്. ഇത് കേട്ട് അവനക്കും നല്ല രീതിക്ക് സന്തോഷമാവാണ്. അവൻ ഫുഡൊക്കെ കഴിച്ച് അവൻ അമ്മയോടും ബായ് പറഞ്ഞ് നേരെ ജിമ്മിലോട്ട് ഓടുന്നു. അപ്പോഴാണ് ഒരു കൊച്ച് അതുവഴി പോകുന്നത്. നമ്മൾ ഈപ്പോക്കാണ് ഇതിനെ കണ്ട വഴിക്ക് തന്നെ ആകെ ക്രഷൊക്കെ അടിച്ച് അവൻ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് കമ്പിന്മേന്ന് നേരെ ചെന്ന് ഇടിക്കുന്നത്. ശേഷം നമ്മൾ ജിമ്മിലോട്ട് പോവുകയാണ്. നമ്മൾ ഈപ്പോ ജിമ്മിലാണ് എല്ലാവരും ഇങ്ങനെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത്, ഞാൻ ബോക്സിങ് മാഗസീനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ടാക്കുമുറ പറയുന്നു, ഇന്നിവിടെ ഒരു മാച്ച് നടക്കുന്നുണ്ട്, നീ അതൊന്ന് കണ്ട് നിൻ്റെ മാഗസീനിലൊക്കെ പരത്തിക്കോ എന്ന് പറയുകയാണ് നമ്മളെ ടാക്കുമുറ. ശേഷം മാച്ചിന് വേണ്ടി തയ്യാറെടുക്കുന്ന നമ്മൾ ഈപ്പോയും മിയാറ്റയാണ് കാണുന്നത്. അവർ 3 മാസം കഴിഞ്ഞിട്ടുള്ള മാച്ച് ഇന്നാണ്. നമ്മൾ ആ റിപ്പോർട്ടറാണെങ്കിൽ മറ്റൊരു ചെവിട്ടിലൊക്കെ എന്ന് പറയുന്നുണ്ട്, ഇതാണോ മിയാറ്റക്കെതിരെ മത്സരത്തിക്കാൻ പോണ ചെക്കൻ, ഇവനാണോ ടാക്കുമുറ കൊടുക്കുന്നത്, ഇവനിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കളിയാക്കിയ രീതി പറയുന്നുണ്ട്. പിന്നീട് നമ്മളെ ടാക്കുമുറ എല്ലാവരോടും റിങ്ങിൻ്റെ അകത്തോട്ട് കയറാൻ പറയുന്നുണ്ട്. റിങ്ങിൻ്റെ അകത്തോട്ടാണെങ്കിൽ നമ്മൾ ഈപ്പോയും മിയാറ്റയും കയറുന്നുണ്ട്. അവിടെ ചെന്ന വഴിക്ക് തന്നെ നമ്മളെ കാമകാവയാണ് ഈപ്പോയെ പിടിച്ച് നല്ല രീതിയിൽ കാട്ടുന്നുണ്ട്. നീ എന്തിനാണ് എല്ലാം ഇങ്ങനെ തമാശയാക്കി എടുക്കുന്നത്, നീ 3 മാസം കഷ്ടപ്പെട്ടത് ഇവനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് നീ ഈ മാച്ച് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തെ നമ്മളെ മിയാറ്റയുടെ അച്ഛനും മിയാറ്റയോട് ഇതൊക്കെ തന്നെ പറയുന്നത്. ശേഷം നമ്മളെ കളി തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ മിയാറ്റ പറഞ്ഞ കാര്യം ഈപ്പോ ഒന്നുകൂടി ആലോചിക്കുകയാണ്. മാച്ച് അവിടെ തുടങ്ങുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ഈപ്പോയാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുന്നു. നമ്മൾ ഈപ്പോയാണ് വിടാതെ തന്നെ നമ്മളെ മിയാറ്റെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശേഷം അവർ രണ്ടാളും അവിടെ ലോങ് ഡിസ്റ്റൻസിൽ ചെന്ന് അടുത്തത് ആര് മൂവ് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആൾക്കാരൊക്കെയാണ് ആകെ ആകാംക്ഷയോടെ നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഓടി വന്ന് നമ്മളെ മിയാറ്റെ ഒരൊറ്റ പെടയങ്ങപ്പെടുക്കുന്നത്. ഇപ്പോഴാണ് അവൻ്റെ ട്രെയിനിങ് ഇങ്ങനെ ഓർത്ത് അതിലോരോ ഭാഗമായി നമ്മളെ മിയാറ്റെ അടിച്ച് നിലത്തോടുന്നു. ഫസ്റ്റ് നോക്ക് ഡൗൺ നമ്മളെ ഈപ്പോയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളെ ടാക്കുമുറയാണെങ്കിൽ 1, 2 എന്ന് പറഞ്ഞ് എണ്ണുന്നുണ്ട്. ഇത് കണ്ട് ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഇത്ര വേഗം ചേഞ്ച് ആയെന്നൊക്കെയാണ് എല്ലാവരും ആലോചിക്കുന്നത്. ശേഷം കാമുകാവയും വിളിച്ച് അലറുന്നുണ്ട്, നീ വേഗം ചെന്ന് അവനെ ഇടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈപ്പോയാണ് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ മിയാറ്റെ എടുത്ത് ചെന്ന് വയ്ക്കാൻ മിയാറ്റെ ഇടിച്ച് അവനെ നിലത്തോട്ട് ഒരൊറ്റ അടിയങ്ങ് കൊടുക്കുന്നു. അടികെട്ടി ഈപ്പോ വീണ്ടും വീഴുന്നു. അവനാണ് എണ്ണണ വഴിക്കാൻ അവൻ വീണ്ടും നീച്ചി എനിക്കിനി ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫൈറ്റിന് വരുന്നു. ഇപ്പോഴും നമ്മൾ ഈപ്പോ തന്നെ ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മളെ മിയാറ്റെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് മിയാറ്റയ്ക്ക് ഒരു സെക്കൻഡ് പോലും അനങ്ങാൻ പറ്റാതെ അങ്ങോട്ട് അടിച്ചുകൊണ്ടേയിരിക്കുവാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ട് മിയാറ്റക്കൊന്നും അനങ്ങാനായി പറ്റുന്നത്. ശേഷം നമ്മളെ മിയാറ്റയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇവനെ ഇടിക്കാനായി നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ മിയാറ്റയുടെ അച്ഛൻ അവനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇതാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നു. ശേഷം നമ്മൾ മിയാറ്റയാണ് അവൻ്റെ മാസ്റ്റർ പീസ് പഞ്ചങ്ങ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ നെറ്റിക്കൊണ്ട് അവിടെ ഡോഡ്ജ് ചെയ്ത് പിടിച്ച് തിരിച്ച് നമ്മളെ മിയാറ്റയെ നോക്കി അടിയങ്ങ് ഓടിക്കുന്നു. അടിയൊക്കെ എന്ന് പറഞ്ഞ് ഒരു മാതിരി അടിയങ്ങ് അടിക്കുന്നു. ഇത് കിട്ടി മിയാറ്റാണ് നിലത്തോട്ട് തെറിച്ചു പോകുന്നു. നമ്മളെ മിയാറ്റെ അടി ഡോഡ്ജ് ചെയ്ത ഈപ്പോക്ക് നല്ല രീതിക്ക് വേനിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന എല്ലാവരും കിളിയൊക്കെ പറന്നുപോയി. ആ മാഗസിൻ എഴുതുന്ന ആളും ഈപ്പോയെ ആദ്യം കളിയാക്കിയതല്ലേ, ഇവൻ്റെ ഈ ഫൈറ്റിംഗ് സ്കില്ല് കണ്ടിട്ട് അയാൾ തന്നെ ഞെട്ടി നിൽക്കുന്നു. നമ്മളെ ഈപ്പോയുടെ അച്ഛനും വരെ ഞെട്ടി നിൽക്കുന്നു. കാരണം അവൻ്റെ മാസ്റ്റർ പീസ് പഞ്ചാണ് നെറ്റിക്കൊണ്ട് ഡോഡ്ജ് ചെയ്ത് കളഞ്ഞത്. ശേഷം നമ്മളെ ടാക്കുമുറ എണ്ണിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മളെ മിയാറ്റ തിരിച്ച് എണീച്ചിട്ട് ഞാനിനിയും ഫൈറ്റ് തുടരാമെന്ന് പറയുന്നത്. ശേഷം ഫൈറ്റിങ് തുടങ്ങാൻ വേണ്ടി നമ്മളെ ടാക്കുമുറ ഫൈറ്റ് തുടങ്ങി എന്ന് പറയുമ്പോൾ രണ്ടാളും ഒരേപോലെ ഓടി വന്ന് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നമ്മളെ ഇപ്പോൾ അപ്പർ കട്ടിന് വേണ്ടി ശ്രമിക്കുവാണ് നമ്മളെ മിയാറ്റയുടെ അടുത്ത് ചെന്നിട്ട്. ഇത് മനസ്സിലാക്കിയ മിയാറ്റ നേരെ ചെന്ന് അവനെ ഒരൊറ്റ
അടി അങ്ങ് അടിക്കുന്നു. ഒരു മാതിരി അടി അവൻ നിലത്തോട്ട് അവനെ അടിച്ച് തെറിപ്പിച്ചു വിടുന്നു. ഇത് കിട്ടി ഈപ്പോക്കാണെങ്കിൽ അവൻ്റെ സ്വയം ബോധം തന്നെ നഷ്ടപ്പെടുന്നു. ഇത് കണ്ട നിൽക്കുന്ന എല്ലാവരുടെയും കിളി അങ്ങ് ഒന്നാകെ പോകുന്നു. അടി കിട്ടി ഈപ്പോക്കൊന്നും എന്നെങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് നമ്മൾ മിയാറ്റെ അവനെ അടിച്ചിട്ടത്. ഇവൻക്കാണെങ്കിൽ ഒന്നും കേൾക്കാനോ കാണാനോ പോലും ഇല്ല. നമ്മൾ ടാക്കുമ്പോഴാണെങ്കിൽ അവിടെ കിടന്ന് എണ്ണിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഈ നമ്മളെ കാമകാവ് ചീറുന്നു, എടാ എങ്ങനെയും നീക്കടാ. അതുകൊണ്ട് ഇപ്പോൾ നീക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും നിലത്തോട്ട് വീഴാണ്. അവസാനം എങ്ങനെയൊക്കെ അവൻ നീക്കുന്നു. ഇത് കണ്ട് എല്ലാവർക്കും വീണ്ടും സന്തോഷമാവുന്നു. ശേഷം വീണ്ടും ഫൈറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുന്ന അവരോടാണ് നമ്മളെ ടാക്കുമോറ പറയുന്നു, ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ ഇപ്പോൾ വീണ്ടും നിലത്തോട്ട് വീഴുന്നു. അപ്പോൾ തന്നെ നമ്മളെ കാമകാവ് വന്ന് പിടിച്ചിട്ട് അവനെ കൊണ്ട് ആ കസാരയിലൊക്കെ ഇരുത്തി അവനക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവനക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ നമ്മളെ കാമകാവ് കൊടുക്കുന്നു. നമ്മളെ ഈ മിയാറ്റയ്ക്ക് വേണ്ടത് അവൻ്റെ അച്ഛനും കൊടുക്കുന്നുണ്ട്. നമ്മൾ മിയാറ്റയാണെങ്കിൽ അവിടെ നിന്ന് ആലോചിക്കുന്നു ഇവനെങ്ങനെ ഇത്ര പവർഫുള്ളായി എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. നമ്മൾ ഈപ്പോക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അങ്ങനെ അവൻ്റെ തലയിലൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളെ കാമകാവ് അവനോട് പറയുകയാണ്, നീ 3 മാസം നീ വെറുതെ ആക്കല്ല, നീ അവനെ എങ്ങനെയൊക്കെ പഞ്ചി, നിന്റെ അപ്പർ കട്ട് അടിപൊളിയായിരുന്നു, പക്ഷെ നീ അത് മിസ്സാക്കാതെ നോക്കണം എന്നൊക്കെ നമ്മളെ കാമകാവ് നമ്മൾ ഈപ്പോട് പറയുന്നുണ്ട്. ശേഷം വീണ്ടും അടുത്ത റൗണ്ട് തുടങ്ങാനായി പോവാണ്. അങ്ങനെ നമ്മളെ കാമകാവാണ് ഈപ്പോടെ മുറിവെന്തൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് പറയുന്നു, നീ ഒരിക്കലും മറക്കരുത്, അവൻ്റെ ആ ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ച് തന്നെ നീ എൻ്റെ അപ്പർ കട്ട് പരീക്ഷിച്ചാൽ നിനക്ക് എന്തായാലും ജയിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളെ കാമുകാവ നമ്മളെ ഈപ്പോയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ശേഷം വീണ്ടും രണ്ടാളും നീച്ച് മാച്ചിന് വേണ്ടി റെഡിയാവുന്നു. രണ്ടാളും എഴുന്നേറ്റ് വരുവാണ്. അപ്പം തന്നെ അവിടെ അടുത്ത റൗണ്ടിനുള്ള ബെല്ലും അവിടെ അടിക്കുന്നു. സോ ബെല്ലടി കേട്ട വഴിക്ക് തന്നെ രണ്ടാളും കൂടി ഓടി കൗണ്ടർ പഞ്ചിന് വേണ്ടി രണ്ടാളും അടുത്തോട്ട് ചെന്ന് ഇങ്ങനെ പഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ മിയാറ്റ നമ്മൾ ഈപ്പോയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പം തന്നെ ടാക്കുമോറ വന്ന് അത് ഒഴിവാക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മിയാറ്റ വീണ്ടും വന്ന് അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. വീണ്ടും നമ്മൾ ടാക്കുമോർ അതിങ്ങനെ ഒഴിവാക്കി വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാമകാവക്കൊക്കെ മനസ്സിലായി നമ്മളെ മിയാറ്റ സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. നമ്മളെ മിയാറ്റ വീണ്ടും ഇവനെ പിടിക്കുന്നുണ്ട്. കാരണം മുന്നിൽ നിൽക്കുന്നത് ഇപ്പം മിയാറ്റയാണ്. സോ ഇങ്ങനെ സമയം കളഞ്ഞാൽ അവനക്ക് ജയിക്കാൻ പറ്റുമെന്ന് നമ്മൾ മിയാറ്റക്കറിയാം. അതുകൊണ്ട് ഇത് നമ്മൾ ഈപ്പോക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ കാമകാവ് പറയുമ്പോഴാണ് നമ്മൾ ഈപ്പോക്കും ഇത് മനസ്സിലാവുന്നത്. സോ നമ്മളെ ഈപ്പോക്ക് ഇപ്പം മനസ്സിലായി മിയാറ്റ അവനോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് കെട്ടിപ്പിടിക്കുന്നത്, പകരം ജയിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ഈപ്പോക്ക് അവിടെ മനസ്സിലാവുകയാണ്. സോ നമ്മളെ മിയാറ്റയോടാണെങ്കിൽ അവൻ്റെ അച്ഛനും പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും മാച്ച് അവിടെ ആരംഭിക്കുവാണ്. സോ അടുത്ത റൗണ്ടിൽ നമ്മളെ മിയാറ്റ ഇങ്ങോട്ട് വന്ന് പഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഈപ്പോ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മിയാറ്റയാണെങ്കിൽ വിടാതെ ഇവനെ പഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ വീണ്ടും മിയാറ്റവിനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങനെ പഞ്ച് ചെയ്ത് ഇവനക്കൊന്ന് ഇവൻ്റെ സ്റ്റാമിന മൊത്തം കളയാൻ വേണ്ടി ഇവനെ അടിച്ചടിച്ച് അവൻ ഇവനെ മൂലൊക്കെ കൊണ്ടിടും. വീണ്ടും നമ്മൾ മിയാറ്റ ഓടി വന്ന് ഇവനെ അടിച്ചടിച്ച് അവൻ്റെ തല നോക്കി അടിയങ്ങ് കൊടുക്കുന്നു. അവസാനം അങ്ങനെ ഈ അടി കിട്ടിയ നമ്മൾ ഇപ്പോൾ വീണ്ടും നിലത്തോട്ട് ചെന്ന് അടിച്ച് വീഴുന്നു. ഇപ്പോഴേ ഒരു മാതിരി അടിയാണ് നമ്മൾ മിയാറ്റ കുറച്ച് നേരമായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം വീണ്ടും നീച്ച് നിൽക്കുന്ന നമ്മളെ ഈപ്പോയെ കണ്ടുകൊണ്ട് നമ്മളെ മിയാറ്റക്ക് ആകെ അങ്ങ് ദേഷ്യം പിടിക്കും. കാരണം ഇവൻ തോറ്റെന്നാണ് നമ്മളെ മിയാറ്റ വിചാരിച്ചത്. അങ്ങനത്തെ അടിയാണ് കിട്ടിയത്. ശേഷം വീണ്ടും അവിടെ ആ റൗണ്ട് അവസാനിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ടാക്കുമോറ അവരെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഈപ്പോടെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, നീ നല്ലൊരു പഞ്ചാണ് ചെയ്തത്. നമ്മൾ ടാക്കുമോറയാണെങ്കിൽ അവനെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവനോട് പറയുകയാണ്, നീ പരമാവധി ഡോഡ്ജ് ചെയ്യാനായിട്ട് നോക്കുമെന്ന്. വീണ്ടും അടുത്ത റൗണ്ട് തുടങ്ങുകയാണ്. അവിടെ നമ്മൾ ഇപ്പോൾ പരമാവധി ഡോഡ്ജ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മളെ മിയാറ്റ അവനെ ആ റിങ്ങിൻ്റെ മൂലയിലിട്ട് അവനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ട എല്ലാവരും അത്ഭുതം. ഈപ്പോക്ക് എന്താ പറ്റിയെന്നാണ് എല്ലാവരും സംശയം. നമ്മളെ ഈപ്പോടെയാണ് ഈ മിയാറ്റ വാരിപ്പിറക്കി അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അടി എന്നൊക്കെ പറഞ്ഞ ഒരു മാതിരി അടി. പെട്ടെന്നാണ് നമ്മൾ ഈപ്പോ കാലൊന്ന് തിരിച്ച് എന്തോ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ തന്നെ നമ്മൾ മിയാറ്റക്ക് മനസ്സിലാവുന്ന ഇച്ച അപ്പർ കട്ട് എന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരൊറ്റ അടി അങ്ങ് അടിക്കുന്നു നമ്മളെ മിയാറ്റയെ. അതാണെങ്കിൽ തട്ടിയില്ലേ എന്നാണ് എല്ലാവരും സംശയം.
തട്ടിയില്ലേ, നമ്മളെ ഈ മിയാറ്റയുടെ മുഖത്ത് തട്ടിയോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ശേഷം നമ്മൾ മിയാറ്റയാണെങ്കിൽ നമ്മൾ ഈ പോയി തിരിച്ചടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മൾ മിയാറ്റയ്ക്ക് അവൻ്റെ സ്വയം ബോധം തന്നെ നഷ്ടപ്പെടുന്നു. അവൻ അങ്ങനെ മുട്ടും കുത്തി നിലത്തോട്ടിരിക്കുവാണ്. ഇതുകൊണ്ട് എല്ലാവർക്കും അത്ഭുതം, എന്താ അവിടെ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. നമ്മളെ കാമകാവക്ക് അപ്പം മനസ്സിലായി അവന് എന്തായാലും അവൻ്റെ മുഖത്ത് എവിടെ തട്ടിയിട്ടുണ്ടെന്ന്. ശേഷം നമ്മൾ ഈ മിയാറ്റയാണ് നീക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അവനെ കൊണ്ട് നീക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ട് എല്ലാവർക്കും അത്ഭുതമാവാണ്. അവൻ എങ്ങനെയൊക്കെ നീച്ച് നിൽക്കാൻ നോക്കുമ്പോൾ അവൻ തന്നെ നിലത്തോട്ട് വീഴാണെന്നാണ്. ടാക്കുമോറാണ് അവിടെ എണ്ണിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ മിയാറ്റ് പറയുകയാണ്, നീ എണ്ണല്ലേ, എനിക്കൊരു മിനിറ്റ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇനി ഫൈറ്റ് ചെയ്യാൻ, എന്നെ കൊണ്ട് നീക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴാണ് അവിടെ അതാ സമയം കഴിയുന്നു. അങ്ങനെ ഈ മാച്ചിൽ നമ്മൾ ഈപ്പോ വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തെ ട്രെയിനിങ്ങിനൊടുവിൽ നമ്മൾ ഇപ്പോൾ ഇതാ അവൻ്റെ റിവെഞ്ച് വീട്ടിയിരിക്കുന്നു. ഒരു കഴിവുമില്ലാതെ വന്നവൻ ഇവിടെ എത്തി വെറും 3 മാസം കൊണ്ട് ട്രെയിൻ ചെയ്ത് അവിടുത്തെ ഒരു ഹൈ പ്രൊഫഷൻ സ്റ്റുഡൻറ്റിനെ തോൽപ്പിക്കണമെങ്കിൽ അവൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. സോ ആദ്യം വന്ന് ആ മാഗസീൻ പെടുത്തുന്ന മാഗസീനിൽ എഴുതുന്ന ആൾ വരെ ഈ പോയെ കണ്ട് അത്ഭുതപ്പെടും. നമ്മളെ കാമകാണെങ്കിൽ നല്ല സന്തോഷമാവുന്നു, മിയാറ്റയ്ക്ക് നല്ല സങ്കടവും. ശേഷം വീണ്ടും രാത്രി ആ മാഗസീൻ എഴുതുന്ന ആൾ നമ്മളെ കാമകാവക്ക് അഴിച്ചിട്ട് അവന് കോൾ ചെയ്യുവാണ്, നീ അത് നോക്കിക്കേ, അവനൊരു ഒരു പോയിന്റിലോട്ടാണ് അവൻ അപ്പർ കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് മിയാറ്റയ്ക്ക് എഴുന്നേക്കാൻ സാധിക്കാത്തതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളെ കാമകാവി പറയുന്നു, അതെ അതൊരു പോയിന്റ് അപ്പർ കട്ടാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൈകാലുകൾ തളരുമെന്ന് നമ്മളെ കാമകാവ് പറയുകയാണ്. അതിന് കാമകാവ് നടന്നവിടെ നിൽക്കുമ്പോഴാണ് കാമകാവ് നല്ല സന്തോഷത്തിൽ. ഇത് കണ്ട് എല്ലാവരും നമ്മളെ മാനേജർക്ക് സന്തോഷമാവുകയാണ്. കാരണം അവനെ സന്തോഷമായി കണ്ടിട്ട് കുറേ നാളായി. അപ്പോഴാണ് നമ്മളെ മിയാറ്റയുടെ അച്ഛൻ വന്നിട്ട് പറയുന്നത്, എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. ശേഷം നമ്മളെ വീട്ടിൽ കിടന്ന് സന്തോഷമായി കിടന്നുറങ്ങുന്ന നമ്മളെ ഈപ്പോയും കാണിച്ചു കൊണ്ടാണ് നമ്മളെ 6ാമത്തെയും 7ാമത്തെയും എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഇതേപോലെ 2 എപ്പിസോഡായിട്ട് തന്നെ ചെയ്താൽ മതിയോ, അതോ ഇനിയും എപ്പിസോഡുകൾ ഉൾപ്പെടുത്തി ഒരു 4-5 എപ്പിസോഡുകൾ ഉൾപ്പെടുത്തി ഒരു വലിയ വീഡിയോ ആക്കി ഇടണോ, അതോ സിംഗിൾ എപ്പിസോഡ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ മതിയോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സോ ഗൈസ്, അടുത്തൊരു എപ്പിസോഡായി വരുന്നവരെ അതുവരേക്കും ബൈ.